ഓം ശാന്തി. ജ്ഞാനത്തിൻ്റെ ദിവ്യനേത്രത്തിലൂടെ ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ഒരു ജ്യോതിബിന്ദു ആത്മാ മസ്തകമധ്യത്തിൽ തിളങ്ങുന്നു. ഞാൻ ആത്മാ പതുക്കെ ദേഹബോധത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നു. വിദേഹിയായി മനസ്സ് വിദേഹി ജുബാബയോട് ചേർത്ത് വെക്കുന്നു. ഞാൻ അനുഭവം ചെയ്യുന്നു. സാക്ഷാൽ പരമാത്മാ ജ്യോതി സ്വരൂപ വിദേഹി ശിവബാബ എൻ്റെ മുന്നിലുണ്ട്. പരിധിയില്ലാത്ത ബാബയെ ഞാൻ സ്നേഹത്തോടെ നോക്കിയിരിക്കുന്നു. ആത്മീയ ബാബയോട് ഞാൻ മധുരമായി സംസാരിക്കുന്നു. അതിമധുരമായ ബാബ, എനിക്ക് അങ്ങയെ ലഭിച്ചു. ഈശ്വരീയ പരിവാരം കിട്ടി. അങ്ങനെ സർവ്വതും ലഭിച്ചു. പരിധിയില്ലാത്ത ബാബ, ഈ ഈശ്വരീയ പരിവാരം അത്ഭുതകരമാണ്. ഇതെന്റെ പരിധിയില്ലാത്ത പരിവാരമാണ്. ആത്മീയ സ്നേഹം നിറഞ്ഞ പരിവാരമാണ്. ആത്മീയ ബാബ, ആത്മീയ പരിവാരം ഇതെനിക്ക് സ്വർഗത്തിൽ പോലും കിട്ടില്ല. ബാബ, അങ്ങയെ പ്രാപ്തി ചെയ്തു. അങ്ങയിൽ നിന്നും ഈശ്വരീയ ഖജനാവ് ലഭിച്ചു. പരിവാരം ലഭിച്ചു. ഇനി എന്ത് വേണം? പരിധിയില്ലാത്ത ബാബ, ഞാൻ അങ്ങയുടെ കൂടെ വളരെ സന്തുഷ്ടനാണ്. ബാബ, ഇപ്പോൾ എനിക്ക് അങ്ങയുടെ കൂടെ പരമധാമ വീട്ടിലേക്ക് മടങ്ങണം. അവിടെ കേവലം ശാന്തിയാണ്, പ്രകാശമാണ്. പിന്നീട് ദേവി രാജധാനിയിലേക്കും വരണം. അവിടെ ദേവി ഫാമിലി ആയിരിക്കും. ഓരോ ദിവസവും അവിടെ സന്തോഷത്തിൻ്റെ ഉത്സവമാണ്. ബാബ അങ്ങനെ തിരിച്ചറിഞ്ഞു, സ്വന്തമാക്കി, ഈശ്വരീയ പരിവാരത്തിൻ്റെ ഭാഗമാക്കി. മധുരമായ ബാബ, ഞാൻ അങ്ങയുടേതാണ്, സദാ അങ്ങയുടേതായിരിക്കും. ഞാൻ വിദേഹിയായി വിദേഹി ബാബയോട് സംസാരിച്ച് അതീന്ദ്രിയ സുഖം, സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിരാവിലെ എഴുന്നേറ്റ് ഏകാന്തതയിൽ ഞാൻ ബാബയോട് മധുരമായി സംസാരിക്കുന്നു. ഡ്രാമയുടെ ജ്ഞാനം എന്നെ നിരന്തര യോഗിയാക്കി മാറ്റുന്നു. സംഭവിച്ചു കഴിഞ്ഞതെല്ലാം ഡ്രാമയുടെ ഭാവി. അല്പം പോലും ചഞ്ചലമാകരുത്. ഏതു പരിതസ്ഥിതിയാണെങ്കിലും അല്പ
ഒരല്പം പോലും സംശയമുണ്ടാകരുത്. അവരാണ് മഹാവീരൻ. യഥാർത്ഥ ജ്ഞാനമില്ലെങ്കിൽ കണ്ണീർ പൊഴിച്ചുകൊണ്ടിരിക്കും. ബാബ പറയുന്നു, അതിരാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കൂ. ബാബ വരുന്നത് തന്നെ പതിതരെ പാവനമാക്കാനാണ്. ഡ്രാമയിൽ എന്താണോ സംഭവിക്കേണ്ടത് അതുതന്നെ സംഭവിക്കും. ഞാൻ ബാബയിൽ പൂർണ്ണമായും ഉറച്ചിരിക്കും. ബാബയിൽ പൂർണ്ണമായ പ്രീതിയുണ്ടായിരിക്കണം. ബാബ പറയുന്നു, മറ്റെല്ലാ സംഘത്തിൽ നിന്നും ബുദ്ധിയോഗം വേർപെടുത്തി ഒരു ബാബയോട് ചേർത്ത് വയ്ക്കൂ. ഇത് സഹജരാജയോഗമാണ്. ബാബ പറയുന്നു, നിശ്ചിന്തമായിരിക്കൂ. ഞാൻ ബാബയോട് സംസാരിക്കുന്നു. ബാബ, അങ്ങ് എങ്ങനെയാണ് വന്ന് പതിതരെ പാവനമാക്കുന്നത്? എങ്ങനെ മനുഷ്യരുടെ ജീവിതമാകുന്ന തോണി അക്കരെ എത്തിക്കുന്നു? ബാബ മനസ്സിലാക്കി തരുന്നു. ഗൃഹസ്ഥത്തിൽ കഴിഞ്ഞുകൊണ്ടും താമര പുഷ്പസമാനം പവിത്രമായി മാറൂ. ഒരു പതിത കർമ്മവും ചെയ്യില്ല. ബാബയുടെ മതമനുസരിച്ച് ബാബയെ ഓർമ്മിച്ച് സെക്കൻഡിൽ ജീവൻ മുക്തി നേടുന്നു. ഞാൻ ബാബയെ ഓർമ്മിച്ച് സുദർശന ചക്രം കറക്കുന്നു. മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നു. ഞാൻ ശ്രീമതമനുസരിച്ച് സ്വയം തന്നെ ചെക്ക് ചെയ്യുന്നു. ഈ വിനാശകാലത്ത് എനിക്ക് ഒരു ബാബയോടാണ് പ്രീതിയുള്ളത്. ഞാൻ സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തുന്നു. എൻ്റേതെല്ലാം സഫലമാക്കുന്നു. സ്ഥിതി ഏകരസവും അചഞ്ചലവുമാക്കുന്നതിന് ഡ്രാമയുടെ രഹസ്യത്തെ ബുദ്ധിയിൽ വെച്ച് മുന്നോട്ട് പോകുന്നു. ബാബ വരദാനം തന്നിരിക്കുന്നു. വീണ്ടും വീണ്ടും തോൽവി അടയുന്നതിനു പകരം ബലിഹാരിയാകുന്ന മാസ്റ്റർ സർവശക്തിവാൻ വിജയിയാവൂ. ഞാൻ സ്വയത്തെ സദാ വിജയിയാണെന്ന് മനസ്സിലാക്കി ഓരോ സങ്കല്പവും കർമ്മവും ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും തോൽക്കില്ല. ഞാൻ തോൽക്കുന്നതിനു പകരം ബലിഹാരിയാകുന്നു. പിന്നെ സമ്പൂർണ്ണ സ്വരൂപത്തെ ധാരണ ചെയ്യാൻ പ്രതിജ്ഞയെടുക്കുന്നു. അപ്പോൾ വിജയിയാകും. എപ്പോൾ എന്ന വാക്ക് ദുർബലതയെ പ്രകടമാക്കുന്നു. അതിനാൽ എപ്പോൾ എന്നതെല്ലാം ഇപ്പോൾ എന്ന് പറയൂ. ഓം ശാന്തി.